ഇന്ന് നല്ലൊരു തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുത്ത ചിക്കൻ കറീൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 3-4 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഏകദേശം നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ എല്ലാം തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് മസാലേൻ്റെ അളവ് കൂട്ടാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലേൻ്റെ പച്ച സ്മെല്ല് പോയി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ വേണ്ടി ഉപ്പ് ചേർത്തായിരുന്നു. അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് വേവിക്കാനായിട്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അതായത് രണ്ടാം പാല്. ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാം പാൽ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 കപ്പോളം രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം. നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഏകദേശം ഒരു 3/4 കപ്പോളം നല്ല കുറുകിയ ഒന്നാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന് ആ തേങ്ങാപ്പാലിൻ്റെ ആ കുത്ത് ഒക്കെ ഒന്ന് പോകണം. ഈ രീതിയിൽ നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല തിള വന്നതിന് ശേഷം അത്യാവശ്യം ചാറ് കുറുകിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ചിക്കൻ കറി അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക. മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബൈ.